ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൺ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏഗണിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം നമ്മുടെ ഓണപ്പരീക്ഷയൊക്കെ ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ പഠിത്തത്തിലും തിരക്കിലും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സ്വതവേ നമ്മൾ എല്ലാ ക്ലാസ്സുകൾക്കും ഡിസ്കസ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ടെക്സ്റ്റ് ബുക്ക് മാറി നമുക്ക് PYQ അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടാനില്ല. അപ്പം നമുക്ക് എന്താണ്, നമുക്കൊരു അസംപ്ഷൻ വെച്ചിട്ട് അല്ലെ, നമുക്ക് അതൊന്ന് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ പഠിക്കുന്നത്. അങ്ങനെ വിചാരിച്ച് നമുക്ക് പഠിക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള 6 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ കമന്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇതുപോലുള്ള നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 6 മാർക്കിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം, അതുപോലെ തന്നെ മുഖപ്രസംഗം, ഉപന്യാസം. അതിൽ കഥാപാത്ര നിരൂപണം വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഡോക്ടർ അല്ലെ, ഡോക്ടർ VKൻ്റെതാണ്. അല്ലെ, നമ്മുടെ കൃഷ്ണമൂർത്തിയെ കുറിച്ചിട്ടാണ്. ഇതാണ് ആന ഡോക്ടറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും അധികവും കഥാപാത്ര നിരൂപണം വരാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം. അപ്പൊ നമുക്ക് എന്താ പറയുക, ഡോക്ടർ VKയുടെ കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാം, എങ്ങനെയാണ് ചോദ്യം വരിക എന്നൊന്ന് നോക്കാം. ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അദ്ദേഹം ആ ആനക്കുട്ടിയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിന്റെ അടുത്തേക്ക് നടന്നു. ഡോക്ടറുടെ സ്വഭാവ സവിശേഷതകളാണ് ഈ വാക്യങ്ങളിൽ തെളിയുന്നത്. നോവൽ ഭാഗവും സംഭാഷണവും വിശകലനം ചെയ്ത് ഡോക്ടർ K, അതായത് വി കൃഷ്ണമൂർത്തി അല്ലെ, ഡോക്ടർ K എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം, അതായത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ, ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം എഴുതുന്ന സമയത്ത്, ഒരു കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പാഠം, ആരാണ് എഴുതിയത്, എഴുത്തുകാരൻ അല്ലെ, എഴുത്തുകാരൻ ഇതൊക്കെ വിശദീകരിച്ച് അല്ലെ, അദ്ദേഹത്തിന്റെ കഥയാണ് ആന ഡോക്ടർ എന്ന് പറയുന്ന കഥയാണ്. ആ ഒരു കഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ ആന ഡോക്ടർ എന്ന പാഠഭാഗമായിട്ട് നൽകിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മിസ് തന്നതുപോലെ ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതുക. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് അല്ലെ ആരാണ്, ഡോക്ടർ VK ആണ്, കൃഷ്ണമൂർത്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് മിസ് തന്നിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള നോട്ടുകളൊക്കെ എഴുതണം അല്ലെ. ആനകൾക്ക് വേണ്ടിയിട്ട്, ആനകളെ എന്താണ് സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്താ പറയുക നമ്മുടെ ഡോക്ടർ K എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ആനകൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന് വാദിക്കുകയും അല്ലെ, എന്താണ് 18ഓളം ആനകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും അതിൽ 12 ആനകൾക്കും എന്താണ് വെടിവെപ്പിലൂടെ അല്ലെ, വെടിയേറ്റിട്ടാണ് ആനകൾ മരിച്ചതെന്നും ഒക്കെയുള്ള പല എന്താ പറയാ അത്രത്തോളം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ഡോക്ടർ K എന്നൊക്കെ പറഞ്ഞു വേണം നിങ്ങൾ എഴുതാൻ. ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ അല്ലെ, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഡോക്ടർ K എന്ന് പറഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എഴുതാം. ജയമോഹൻ ആന ഡോക്ടർ എന്ന നോവലിലെ അല്ലെ, ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ ഡോക്ടർ K എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലും പ്രവർത്തികളിലും അല്ലെ എന്താ പറയാ ഈ ഒരു വാക്യം, ആ വാക്യം നിങ്ങൾ എഴുതിയിട്ട്, ഇവിടെ തന്നിട്ടുള്ള വാക്യം എഴുതിയിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പ്രവർത്തികളെയുമാണ് ഈ ഒരു വാക്യം പ്രതിഫലിപ്പിക്കുന്നത്. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡോക്ടർ K ഒരു മൃഗ ഡോക്ടർ മാത്രമല്ല, മൃഗങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ച ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ അനുകമ്പയും വൈദഗ്ധ്യവും സഹപ്രവർത്തകരിൽ നിന്നും ബഹുമാനം നേടിയിരുന്നു. ഡോക്ടർ Kയുടെ സ്നേഹം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ആനകൾക്കായി സമർപ്പിച്ചിരുന്നു. അവയുടെ വേദന അദ്ദേഹത്തിന് സ്വന്തം വേദനയാണ്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അദ്ദേഹം സേവന നിരതനാണ്. അതുപോലെ തന്നെ കുട്ടിയാനയുടെ മുറിവ് ഭേദമാക്കാൻ അദ്ദേഹം അർദ്ധരാത്രി എഴുന്നേൽക്കുന്നതും അതിന്റെ ക്ഷേമത്തിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന ഈസി എന്നുള്ള വാക്കുകളും എത്രത്തോളം ആനയോട് ആ സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനകൾ അല്ലെ 1.5 വർഷങ്ങൾക്ക് ഇപ്പുറം എന്താണ് ആ കുട്ടിയാനയ്ക്ക് മുറിവ് പറ്റിയപ്പോഴും അവരെന്താണ് ഈ ഡോക്ടറെ അന്വേഷിച്ച് വരുന്നതും ആ ആനയും ഡോക്ടറും തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടാണ്. അതൊക്കെ പറഞ്ഞ് എഴുതണം. ഡോക്ടർ K പ്രകൃതിയുടെ ഭാഗമാണ്. അദ്ദേഹം ആനകളെ മാത്രമല്ല അവയുടെ ആവാസ വ്യവസ്ഥയെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന് ഡോക്ടർ പ്രതിഫലം ആവശ്യമില്ല. കുട്ടിയാന അദ്ദേഹത്തെ തേടി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയതും വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട കുട്ടിയാനയുടെ മുഖം ഇപ്പോഴും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നതും ഈ നിരുപാധിക സ്നേഹത്തിന്റെ തെളിവാണ് അല്ലെ. അവിടെ ഒരു കാപട്യമോ ഒന്നുമില്ല അല്ലെ, പണത്തിന് വേണ്ടിയിട്ടോ ഒന്നും അദ്ദേഹം എന്താണ് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് നിരുപാധികമായിട്ടുള്ള ഒരു സ്നേഹം
സ്നേഹമാണ്, അല്ല എന്താണ്, ഒരു അതിർവരമ്പുകളില്ലാത്ത സ്നേഹമാണ് ആരോടുള്ളത്? ഈ ആനകളോടുണ്ടായിരുന്നത്. ഡോക്ടർ കെ എന്ന കഥാപാത്രം നിസ്വാർത്ഥ സേവനത്തിന്റെയും മനുഷ്യന്റെയും പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നതിന്റെ ഒരു പാഠപുസ്തകമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും എന്താണ് മാതൃകയാക്കേണ്ട, നമ്മളെല്ലാവരും എന്താണ് കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് അല്ലെങ്കിൽ ഒരു ജീവിതത്തിനുടമയാണ് ഡോക്ടർ കെ എന്നും അദ്ദേഹത്തെ നമ്മൾ ഇന്നും ആദരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികൾ കൊണ്ടാണെന്നും അത്തരം എന്താണ് ആനകളോടുള്ള നമ്മുടെ സമീപനത്തിൽ, ആനകളോട് നല്ല മൃഗങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ ഒരുപാട് മാറ്റം വരേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഡോക്ടർ കെയുടെ ഈ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾക്ക് വിശദീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്ന 1-2 സംഭാഷണങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 മാർക്ക് കിട്ടും. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയേ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആര് പറഞ്ഞതാ? ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾ ഇന്നും പ്രസക്തിയുണ്ടോ? ഇല്ലേടാ. കാരണത്താൽ ഇന്നും എത്ര നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്ര രംഗത്തും പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എന്താണ് ജാതി ചിന്ത, അല്ലെ അത് അത്യുന്നതിയിൽ തന്നെ എന്താണ് നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്, അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു തലക്കെട്ടൊക്കെ നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് വെക്കുക. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്ന വിഷയത്തിൽ മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ തയ്യാറാക്കുക. എന്താണ് എഡിറ്റോറിയൽ? എഡിറ്റോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു നമ്മുടെ പത്രവാർത്തയിലൊക്കെയുള്ള 8ാമത്തെ അല്ലെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്ന പേപ്പറിന്റെ ഇടതുവശത്തായിട്ട് നമുക്ക് കാണുന്ന എന്താ പറയുക എഡിറ്റോറിയൽ കോളത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പത്രാധിപരോ എഡിറ്ററോ എന്താണ് പത്രത്തിൽ വാർത്ത നൽകുകയാണ്, അല്ലെ ഇന്ന വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നമ്മൾ നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇന്ന പരിഹാരം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് ഇത്ര ഗുരുതരമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് സാഹിത്യ ഭാഷ കൂടുതൽ കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല. വസ്തുതപരമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വിഷയം എഴുതിയാൽ മതി. കൂടുതൽ സാഹിത്യം ഉപയോഗിക്കാതെ നമ്മൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. തലക്കെട്ട് വേണം, അല്ലെ എന്തൊക്കെ വേണം? തലക്കെട്ട് വേണം, പിന്നെ എന്ത് വേണം? ആമുഖം വേണം, പിന്നെ അതിനുശേഷം എന്താണ് ഗണ്ണികയാക്കി തിരിക്കണം, ഒരു ഉപസംഹാരം സൊസൈറ്റിയുമായിട്ട് നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഉപസംഹാരം അല്ലെ നിങ്ങൾക്ക് ഇതിനൊരു പരിഹാര മാർഗമോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് ഇതിലൊരു നടപടിയോ സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇതുമൂലം വന്നു ചേരാവുന്ന ദോഷം എന്താണ്. ഇപ്പൊ ജാതിയൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മുടെ ജാതി ചിന്ത നമ്മൾ തുടച്ചു നീക്കിയില്ലെങ്കിൽ അല്ലെ നമ്മൾക്ക് എന്താണ് പരസ്പരം ഒരു വിദ്വേഷത്തോടെ ജീവിച്ച് അല്ലെ ഒരു തമ്മിൽ കലഹത്തോടെ എന്താണ് നമ്മുടെ ഈ ഒരു ഭൂമി അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. മനുഷ്യജീവിതത്തെ സമഗ്രമായി കാണാനും മാറുന്ന ലോകത്തിന്റെ സ്പന്ദനങ്ങൾ കാലക്കേടുകൂടി മനസ്സിലാക്കാനും കഴിഞ്ഞ സാമൂഹ്യ നവോത്ഥാന നായകനായ ഗുരുദേവന്റെ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്, ഗുരുദേവന്റെ മാനുഷികമായ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെയും സാംസ്കാരിക കേരളത്തിന്റെ സ്ഥിതി മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യന്റെ മൗലിക സ്വാതന്ത്ര്യത്തിനെതിരെ മതിൽക്കെട്ടുകൾ തീർത്തതായിരുന്നു ആ കാലം. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം മാനവർക്ക് നൽകി കേരളത്തെയും മറ്റ് സാമൂഹികമായി അധപ്പതിച്ചു കിടന്നിരുന്ന സംസ്ഥാനങ്ങളെയും ആത്മീയതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും പുതിയൊരു തലത്തിലേക്ക് അപൂർവമായിട്ടുള്ള ഒരു എത്തിക്കലായിരുന്നു ആര് നടത്തിയത്? ഗുരു എന്ന മഹത് വ്യക്തിത്വം നടത്തിയത്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം എന്നിവയായിരുന്നു അംബേദ്കർ മുന്നോട്ട് വെച്ച വിമോചന ദർശനത്തിന്റെ അടിത്തറ. ജാതി നിർമൂലനമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരിടത്തും കാണാൻ കഴിയാത്ത, ഇന്ത്യയിൽ മാത്രം പ്രകടമായിരുന്ന ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകത അദ്ദേഹം വെളിവാക്കി. ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് ഗാന്ധിജിക്കും മറ്റുള്ളവർക്കും മറുപടികളുടെ പുസ്തക രൂപത്തിലാണ് ഒരു മറുപടി എന്ന പുസ്തക രൂപത്തിലാണ് 1936 പ്രസിദ്ധീകൃതമായ ജാതി നിർമൂലനം എന്ന കൃതി. ജാതിയുടെ
ആശയാടിത്തറയെ വെല്ലുവിളിച്ച മറ്റൊരു കൃതിയാണ് ആരാണ് ശൂദ്രർ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അംബേദ്കറിനെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ ചണ്ടാല ഭിക്ഷുകിയിൽ എന്താണ് ജാതി വ്യവസ്ഥ അതൊക്കെ നിങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ, തലക്കെട്ട് കൊടുക്കണം. ഇതേ രീതിക്ക് ജാതീയത, ആ പണ്ട് കാലത്തുണ്ടായിരുന്ന ജാതീയത, ഇന്നത്തെ ജാതീയത, ജാതിയുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിൽ ജാതി മൂലം ഉണ്ടാകാൻ പോകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്, മുഖപ്രസംഗം തയ്യാറാക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ തലക്കെട്ട് വേണം, ആമുഖം വേണം. എന്തൊക്കെയാണ് തലക്കെട്ട്, ആമുഖം അല്ലെ, നല്ല രീതിക്ക് ഒരു ആമുഖം കൊടുക്കണം. പിന്നെ എന്താണ്, ഗണ്ണികയാക്കി തിരിക്കണം. അതിനുശേഷം എന്താണ്, ഒരു ഉപസംഹാരം കൂടെ വേണം. ഓക്കെ, അപ്പൊ നല്ല രീതിക്ക് ഇതൊക്കെ എഴുതി പഠിക്കാം. ഈ രീതിക്ക് എന്താണ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.